പുതിയ സീരീസിന്റെ ക്ലിക്ക് ചെയ്ത് എന്താണ് 11 സെക്കൻഡ് വന്നാണ് പറഞ്ഞു ആന്റി ബർത്ത് ഇല്ലീഗൽ കണ്ടന്റ് അവൻ ക്ലോസ് ചെയ്തു. 3000 യൂറോയുടെ പെനാൽറ്റിയാണ് വന്നത് ടൈം വാർന്നിരുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. ഇവര് ഒരുമിച്ച് പിടിച്ചാൽ നടക്കാതിരിക്കുമോ? അതായത് ആന്റി പൈറസിക്ക് ഒരു ലോ കൊണ്ടുവരണമെന്നും ആ ലോയ്ക്ക് വേണ്ട ടെക്നോളജി എവിടെ ഇവൻ അപ്ലോഡ് ചെയ്താൽ അപ്പൊ പിടിക്കുന്ന കണ്ടന്റ് റൈറ്റിനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ടെക്നോളജി എവിടെ പോയി എത്തില്ലേ? ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ട് ആണല്ലോ. അല്ല, 2 പടം പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷമേ നമ്മൾ മീറ്റിംഗിന് വിളിക്കുള്ളൂ. ഇത് സിനിമ ഒരു ബിസിനസ് ആക്കണം. സിനിമയുടെ ആദ്യത്തെ 3 കാര്യങ്ങൾ: 1, നല്ല കലാസൃഷ്ടി ഉണ്ടാവണം. 2, ഇത് മാക്സിമം ആളുകൾ കാണണം. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പ്രൊഡ്യൂസറിന് മുടക്ക് മുതൽ കിട്ടണം. ഇത് 3 നടന്നാലാണ് ശരിക്കും ഈ ഇൻഡസ്ട്രി നടക്കുന്നത്, അല്ലേ? ഇവിടെ ഈ ഓരോന്നിനും എന്തൊക്കെ പ്രശ്നം. നല്ല കലാസൃഷ്ടി ഉണ്ടാകാനായിട്ട് കോസ്റ്റിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല കലാകാരന്മാർക്കും ക്രൂവിനും ഒക്കെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാണ്. അവിടെ അത് പ്രശ്നമാണെങ്കിൽ പ്രശ്നമാണ്, മനസ്സിലായോ? അവിടെ സിനിമയിലേക്ക് വരുന്നവർ സിനിമയെ സ്നേഹിക്കാതെ എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്നുള്ള രീതിയിൽ വരുന്നതും പ്രശ്നമാണ്. അത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ധാരാളം. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. എല്ലാവർക്കും ഞാൻ നമ്മളൊരു സ്മാർട്ട് ആണെന്നാണല്ലോ. പക്ഷെ എന്നെ പറ്റിച്ചവൻ എവിടെ സംസാരിക്കുന്നുണ്ടാവും, മനസ്സിലായി? പക്ഷെ പറ്റിച്ചിട്ടുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് എന്റെ ഒരു, അതായത് അധികം പറ്റിക്കപ്പെടാതെ ചെയ്തു. പക്ഷെ ചില സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ഇല്ലാതെ വരുമല്ലോ, നമുക്കറിയാവുന്നല്ലേ. അപ്പോ ഉണ്ടാവാം. ഞാൻ പറയുന്നത് അതിപ്പോ ഞാൻ ഇനി പോയിട്ട് ഇതിന് വേറെ ഇത്ര പറയുമെന്നൊക്കെ പറയുന്ന കാര്യമുണ്ടോ പറഞ്ഞത്? നമ്മൾ ആ ഒരു സമയത്ത് സിനിമ അങ്ങനെയാണല്ലോ, ഒരു ഫാസ്റ്റ് ട്രെയിനിന് മേളിൽ കയറിയുമ്പോൾ അങ്ങ് പോവാന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ്, സിനിമയിൽ നല്ല കലാസൃഷ്ടി ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം, അതിനൊക്കെ ചിന്തിക്കാൻ പറ്റണം അസോസിയേഷനുകൾക്ക്. പ്രൊഡ്യൂസർ മാത്രമല്ല, ഫെഫ്കയ്ക്കും ഇങ്ങനെയുള്ള DOPയുടെ അസോസിയേഷൻ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ആക്കി കൂടെ. അപ്പൊ അവര് ചിന്തിക്കാൻ എന്റെ ഒരു പ്രോജക്ട്, അത് കഴിഞ്ഞൊരു പ്രോജക്ട്, അത് കഴിഞ്ഞൊരു പ്രോജക്ട് ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോജക്ട് നടക്കും. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കുറച്ച് പൈസ വാങ്ങും. ഇത് വർക്കില്ലാത്തവര് വീട്ടില് ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടാവും. കോവിഡിന്റെ സമയത്തിന് ശേഷമാണ് ഞാൻ എന്റെ പടം പിടിച്ചത്. എനിക്കറിയാം ഓരോരുത്തരും വന്ന് എത്ര കഷ്ടപ്പാടായിരുന്നു ആ സമയത്ത് പറഞ്ഞത്. രണ്ടാമത്തത്, ഇത് മാക്സിമം ആളുകളെ കാണാനായിട്ട് നിങ്ങൾ മീഡിയ ഇതിനെ കൊന്നുകളെ ക്രിട്ടിസൈസ് ചെയ്തോ, ഇത് മാക്സിമം ആളുകൾ കാണിട്ട് ജനങ്ങൾ വിലയിരുത്തട്ടെ. മൂന്നാമത്, അതിൽ നിന്നുണ്ട് ശരിക്കുള്ള ലീഗൽ വരുമാനം പ്രൊഡ്യൂസർക്ക് മുടക്കുമുതൽ കിട്ടണം. അവിടെയാണ് ഈ ലീഗൽ ഈ പൈറസി ഒക്കെ വരുന്നത്. ഈ ഏരിയയിലെല്ലാം കൂട്ടായ്മ, ഈ ഇന്റഗ്രേറ്റഡ് ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയാൽ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് വേറൊരു വേദിയിൽ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഞാൻ പറയാൻ തയ്യാറോ.